നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ദുരന്തമൊഴിയാതെ അമേരിക്ക. ഇതാ ലോസ് ആഞ്ചലസിൽ വീണ്ടും കാട്ടുതീ ആളിപ്പടർന്നു. ലോസ് ആഞ്ചലസിന് വടക്കു ഭാഗത്താണ് പുതിയ കാട്ടുതീ രൂപപ്പെട്ടത്. 50,000 ആളുകളോട് ഒഴിഞ്ഞുമാറാൻ ഭരണകൂടം ആവശ്യപ്പെട്ടു. കാസ്റ്റേക്ക് തടാകത്തിന് സമീപമുള്ള കുന്നിൻ പ്രദേശത്ത് നിന്ന് തുടങ്ങിയ കാട്ടുതീ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ 10,000 ഏക്കറിലേക്ക് പടർന്നു പിടിച്ചു. ലോസ് ആഞ്ചലസിൽ വൻ നാശം വിതച്ച കാട്ടുതീ പടർന്നു പിടിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ പുതിയ കാട്ടുതീ. ബുധനാഴ്ച രാവിലെയാണ് പെട്ടെന്ന് കാട്ടുതീ രൂപപ്പെട്ടത്. കാലിഫോർണിയ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഫോറസ്ട്രി ആൻഡ് ഫയർ പ്രൊട്ടക്ഷൻ പറയുന്നത് അപകടകരമായ അവസ്ഥയെന്ന്. ഇതിനകം തന്നെ 10,000-ലധികം ഏക്കറുകൾ കത്തി നശിച്ചു. ശക്തമായ കാറ്റും വരണ്ട കാലാവസ്ഥയും ഇപ്പോൾ അഗ്നിശമന സേനയ്ക്ക് പ്രതിബന്ധം സൃഷ്ടിക്കുന്നു. തീ കൂടുതൽ സ്ഥലങ്ങളിലേക്ക് വ്യാപകമായി പടർന്നു പിടിക്കുകയാണ്. പ്രദേശത്ത് വീശിയടിക്കുന്ന അതിശക്തമായ കാറ്റിൽ തീ ആളിപ്പടർന്നു കയറുന്നു. ലോസ് ആഞ്ചലസിന് ഏകദേശം 56 കിലോമീറ്റർ വടക്ക് സാന്താ ക്ലാരിറ്റ നഗരത്തിന് സമീപം സ്ഥിതി ചെയ്യുന്ന തടാകത്തിന് ചുറ്റുമുള്ള ഏകദേശം 50,000 ആളുകളെ ഒഴിപ്പിച്ചു തുടങ്ങി. നേരത്തെ ജനുവരി 7-നാണ് ലോസ് ആഞ്ചലസിൽ കാട്ടുതീ പടർന്നു പിടിച്ചത്. തീപിടുത്തം വ്യാപകമായ നാശനഷ്ടങ്ങൾക്കിടവരുത്തി. 25,000-ലധികം ഏക്കർ ഭൂമിയാണ് അന്ന് കത്തി നശിച്ചത്. 10,000-കണക്കിന് കെട്ടിടങ്ങൾ തകർന്ന് തരിപ്പണമായി. നിരവധി ജീവനുകൾ നഷ്ടമായി. 28 മനുഷ്യജീവനുകൾ പൊലിഞ്ഞു. അന്ന് ലക്ഷക്കണക്കിന് ആളുകളെയാണ് മേഖലയിൽ നിന്ന് ഒഴിപ്പിച്ചത്. ഹോളിവുഡ് നടന്മാരായ ലൈറ്റൺ മീസ്റ്റൽ, ആദം ബ്രോഡി, ബില്ലി ക്രിസ്റ്റൽ എന്നിവരുടെ ഉടമസ്ഥതയിലടക്കമുള്ള വൻ സെലിബ്രിറ്റികളുടെ 1000-ലധികം കെട്ടിടങ്ങൾ കത്തി നശിച്ചു. ലോസ് ആഞ്ചലസ് ഡൗൺ ടൗണിന്റെ വടക്കൻ വനപ്രദേശങ്ങളിൽ കാട്ടുതീ പടർന്നു പിടിച്ചപ്പോൾ ഈറ്റൺ തീപിടുത്തത്തിന്റെ വലിയ ദുരന്തം നമ്മൾ കണ്ടു. അന്ന് 15,000-ലധികം ഏക്കറുകളിലേക്ക് ഇത് വ്യാപിച്ചു. 5,000-ലധികം കെട്ടിടങ്ങൾ അവിടെ കത്തിയമർന്നു. ജനുവരി ആദ്യവാരം അമേരിക്കയിൽ പടർന്നു കയറിയ 2 കാട്ടുതീകളുടെ ദുരിതം മാറുന്നതിന് മുൻപേ ഇപ്പോൾ പുതിയ കാട്ടുതീയുടെ കെടുതി. ഹെലികോപ്റ്ററുകളും വിമാനങ്ങളും അഗ്നിശമന സേനയുമൊക്കെ ചേർന്ന് ശക്തമായ നിലയിൽ തീയണയ്ക്കാനുള്ള ശ്രമങ്ങൾ തുടരുന്നു. എന്നാൽ വളരെ ആശങ്കാജനകമായ സാഹചര്യമാണിത് എന്ന് കാലാവസ്ഥാ വിദഗ്ധൻ ഡാനിയൽ സോയിൻ പറയുന്നു. ശക്തതും വരണ്ടതുമായ സാന്റാന കാറ്റുകൾ പ്രദേശത്ത് വീശിയടിക്കുന്നതുകൊണ്ട് തീ ആളിപ്പടരാൻ ഇനിയും സാധ്യതയുണ്ട് എന്ന് വിദഗ്ധർ പറയുന്നു. വൻതോതിൽ പുകയും തീക്കനലുമൊക്കെ തീക്കാറ്റിനൊപ്പം പുറത്തു വരുന്നു. ഞങ്ങളുടെ വീട് കത്തരുതേ എന്ന കൂട്ടപ്രാർത്ഥനകളാണ് എല്ലാ സ്ഥലങ്ങളിലും. കാർ പാർക്ക് ചെയ്ത് രക്ഷ തേടി മറ്റിടങ്ങളിലേക്ക് ആളുകൾ പായുന്നു. കാട്ടുതീ ബാധിച്ച പ്രദേശങ്ങളിലുള്ള എല്ലാവരും ഉടൻ ഒഴിയണമെന്ന് ലോസ് ആഞ്ചലസ് പ്രവിശ്യ മേധാവി റോബർട്ട് ജെൻസൺ ആവശ്യപ്പെട്ടു. ആളുകളോട് വീട് വിട്ട് ഉടൻ പുറത്തിറങ്ങാൻ പോലീസ് ആവശ്യപ്പെടുന്ന ദൃശ്യങ്ങൾ പ്രാദേശിക ടെലിവിഷൻ ചാനലുകൾ സംപ്രേഷണം ചെയ്യുന്നു. ജയിലിലുള്ള 500 തടവുകാരെ മറ്റൊരു സ്ഥാപനത്തിലേക്ക് മാറ്റി. ലോസ് ആഞ്ചലസ് നഗരത്തിന് വടക്കു പടിഞ്ഞാറ് 45 മൈൽ അകലെ നിരവധി റെസിഡൻഷ്യൽ ഏരിയകളും സ്കൂളുകളും അതിരുകൾ പങ്കിടുന്ന പർവ്വത പ്രദേശമുള്ള കാസ്റ്റേക്ക് തടാകത്തിന് സമീപമാണ് ഈ കാട്ടുതീ. പാലിസേഡ്സ് ഈറ്റൺ തീപിടുത്തങ്ങളുടെ തുടർച്ചയായി ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിലേക്കും കാട്ടുതീ പടരുന്നത് ലോസ് ആഞ്ചലസിന് വീണ്ടും തലവേദന ഉണ്ടാക്കുന്നു. സംസ്ഥാനത്തിലൂടെ കടന്നുപോകുന്ന കാലിഫോർണിയ പ്രാഥമിക ഗതാഗത ഹൈവേ ഇന്റർസ്റ്റേറ്റ് 5-ൽ താൻ കുടുങ്ങിയതായി നിരവധി പേർ പറയുന്നു. പല സ്ഥലങ്ങളിലും ഈ ഹൈവേ ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ്. ദൂരെ നിന്ന് നോക്കുമ്പോൾ ഒരു മേഘം കാണപ്പെടുന്നത് പോലെ, പക്ഷേ അടുത്തെത്തുമ്പോൾ വലിയ നരകത്തിൽ അകപ്പെട്ടതിന് സമാനമാണ് തീപിടുത്തമെന്ന് പ്രദേശവാസികൾ പറയുന്നു. തങ്ങളുടെ സമീപ പ്രദേശങ്ങളായ പാലിസേഡ്സിലും ഈറ്റണിലുമൊക്കെ കാട്ടുതീ പടർന്നപ്പോൾ ഏറെ സുരക്ഷിതമെന്ന് കരുതിയ പുതിയ പ്രദേശങ്ങളിലാണ് ഇപ്പോൾ കാട്ടുതീയുടെ ഈ മാരകമായ താണ്ഡവം. എന്തുകൊണ്ടാണ് ഇത്തരം കാട്ടുതീ ഉണ്ടാകുന്നത് എന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കുന്നില്ല. ഇതാണ് പ്രദേശവാസികൾ വ്യാപകമായി പറയുന്ന കാര്യം. മുമ്പൊക്കെ ജനുവരി മാസങ്ങളിൽ ചെറിയ ചില തീപിടുത്തങ്ങൾ ആ പ്രദേശങ്ങളിൽ സംഭവിച്ചിട്ടുണ്ട്. എന്നാൽ തീപിടുത്തത്തിന്റെ മാരകമായ ദുരന്തഫലങ്ങളാണ് ഇപ്പോൾ കാലിഫോർണിയൻ സംസ്ഥാനം അനുഭവിക്കുന്നത്. സാങ്കേതികമായി ഏറെ വികസിച്ച അമേരിക്ക പോലും ഇത്തരം തീപിടുത്തങ്ങൾക്ക് മുൻപിൽ തരിച്ചു നിൽക്കുന്നു. ട്രംപ് അധികാരത്തിലെത്തി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ പുതിയ തീപിടുത്ത വാർത്ത പുറത്തുവരുന്നത്. ഭരണകൂടം പോലും നിഷ്ക്രിയമായി നിൽക്കാനേ ഇത്തരം ദുരന്തങ്ങളിൽ കഴിയുന്നുള്ളൂ. മരങ്ങളും പുല്ലുകളുമൊക്കെ ഉണങ്ങി നിൽക്കുന്നത് കാട്ടുതീയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നു. കനത്ത പുക ആകാശത്തേക്ക് ഉയരുന്നു. കഴിഞ്ഞ 2 ആഴ്ചയിലേറെക്കാലമായി ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുകയാണ് ഈറ്റൺ പാലിസേഡ്സ് തീപിടുത്തങ്ങൾ. ഈറ്റൺ പാലിസേഡ്സ് കാട്ടുതീപിടുത്തങ്ങൾക്ക് തൊട്ടുപിന്നാലെ സമൂഹ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങളും ഉയർന്നിരുന്നു. അമേരിക്ക നടത്തിയ കൊടിയ ആക്രമണങ്ങൾക്കുള്ള പ്രകൃതിയുടെ മറുപടിയാണ് ഈ കാട്ടുതീ എന്നുവരെ ചിലർ കുറിച്ചു. ഗാസ
മുനമ്പിലെ ഇസ്രയേൽ ആക്രമണവും അതിന് അമേരിക്ക നൽകുന്ന പിന്തുണയുമൊക്കെ ചിലർ വിമർശനങ്ങളിൽ ഉയർത്തിക്കാട്ടി. ഒരു തീനാളത്തിൽ എരിഞ്ഞടങ്ങുന്ന മഹാപ്രദേശങ്ങൾ നോക്കി തരിച്ചു നിൽക്കുന്ന അമേരിക്ക അതുതന്നെയാണ് ലോകത്തിന് നൽകാൻ കഴിയുന്ന ഏറ്റവും വലിയ സന്ദേശവും. മനുഷ്യൻ എത്രമാത്രം സാങ്കേതികമായി വികസിച്ചാലും പ്രകൃതി ദുരന്തങ്ങൾക്ക് മുൻപിൽ പലപ്പോഴും തരിച്ചു നിൽക്കാൻ മാത്രമേ മനുഷ്യന് കഴിയൂ. സാങ്കേതികമായി ഏറെ വികസിച്ചതുകൊണ്ട് അപകടങ്ങളുടെ തോത് കുറയ്ക്കാൻ അമേരിക്കയ്ക്ക് കഴിയുന്നു. പ്രത്യേകിച്ച് മരണങ്ങളുടെ തോത്. തീപിടുത്ത സാധ്യതകൾ മുൻകൂട്ടി അറിഞ്ഞ് ആളുകളെ ഒഴിപ്പിക്കാനുള്ള അമേരിക്കയുടെ കഴിവ് തന്നെയാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. എന്നാൽ തീപിടുത്തത്തിന് തൊട്ടു പിന്നാലെ പാപ്പരാകുന്ന ഇൻഷുറൻസ് കമ്പനികളാണ് ലോകത്തിന് മുന്നിൽ. കാലിഫോർണിയൻ സംസ്ഥാനത്തുണ്ടായ ഈ തീപിടുത്തങ്ങൾ നിരവധി ഇൻഷുറൻസ് കമ്പനികളുടെ നടുവൊടിക്കുന്ന കാഴ്ച മറുവശത്ത്. എത്ര കോടി സമ്പാദ്യങ്ങൾക്കുടമയായാലും ഒരു കാട്ടുതീ എല്ലാം വിഴുങ്ങിക്കളയുമെന്ന സന്ദേശം മറ്റൊരിടത്ത്. ഹോളിവുഡ് സെലിബ്രിറ്റികളുടെ വീടുകളാണ് ഇക്കഴിഞ്ഞ പാലിസേഡ്സ് ഈറ്റൺ തീപിടുത്തത്തിൽ കത്തിച്ചാമ്പലായത് എന്നത് നമ്മൾ ഓർക്കുക. ഇപ്പോൾ ഉയർന്നിരിക്കുന്ന ഈ പുതിയ കാട്ടുതീ അത് എത്രത്തോളം നാശം വിതയ്ക്കും എന്ന് ഭയപ്പെട്ട് നിൽക്കുന്ന അമേരിക്ക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.